1980 ഡിസംബർ 26 അർദ്ധരാത്രിയോടെ ഇംഗ്ലണ്ടിലെ റെൻഡൽഷം ഫോറസ്റ്റ് എന്ന സ്ഥലത്താണ് ഭയാനകമായ ഒരു സംഭവം നടക്കുന്നത്. അന്ന് ഒരു ഗഞ്ഞിമഞ്ഞുള്ള രാത്രിയായിരുന്നു. ഭീകരമായ ശാന്തത. അന്ന് രാത്രി എയർഫോഴ്സ് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക് കാട്ടിനകത്തു നിന്നും പുറത്തേക്ക് ഒരു തിളങ്ങുന്ന വെളിച്ചം കാണുന്നു. ആദ്യം അവര് വിചാരിച്ചത് ഒരു വിമാനം അപകടത്തിൽപ്പെട്ടതാണ് എന്നാണ്. പക്ഷേ അടുത്തു പോയപ്പോൾ അവർ കണ്ടത് ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവമായിരുന്നു. ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ ആ വെളിച്ചം ലക്ഷ്യമാക്കി കാടിന് അകത്തേക്കു നീങ്ങി. അവരെ കാട്ടിനകത്തേക്ക് നയിച്ച ആ വെളിച്ചം ഒരു ചെറിയ ത്രികോണ ആകൃതിയിലുള്ള ഒരു ക്രാഫ്റ്റ് ആയിരുന്നു. അതിന്റെ ഉപരിതലം പരന്നതും കട്ടിയുള്ളതുമായിരുന്നു. അതിന്റെ ചുറ്റിലും വെളിച്ചങ്ങളുണ്ട്. ഇത് ഒരു നക്ഷത്രത്തെ പോലെ തിളങ്ങുന്നു. കാറ്റില്ല, ശബ്ദമില്ല. അന്ന് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന USAF ഉദ്യോഗസ്ഥൻ ജിം പെനസ്റ്റനും അദ്ദേഹത്തിന്റെ സംഘവും വളരെ അടുത്ത് എത്തുന്നു. ജിം ആ ക്രാഫ്റ്റിനെ സ്പർശിക്കാൻ പോലും ശ്രമിച്ചു. അദ്ദേഹം ക്രാഫ്റ്റിന്റെ മുകളിൽ എൻഗ്രേവ്ഡ് ചെയ്തിരിക്കുന്ന അസാധാരണമായ നിഴലുകൾ കണ്ടുവെന്നും പിന്നീട് അവ ബൈനറി കോഡാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. അവർ എത്രയും വേഗം അവിടെ നിന്നും മടങ്ങുകയും തങ്ങൾ കണ്ട കാര്യങ്ങൾ തങ്ങളുടെ സഹപ്രവർത്തകരോട് പറയുകയും ചെയ്തു. അടുത്ത ദിവസം കാട്ടിൽ 3 ക്രാഫ്റ്റ് ലാൻഡ് ചെയ്തതിന്റെ പാടുകൾ കണ്ടെത്തുകയും ചെയ്തു. അതുകൂടാതെ ആ സ്ഥലങ്ങളിൽ ഉയർന്ന താപനിലയും റേഡിയേഷൻ തരംഗവും രേഖപ്പെടുത്തി. അതുകൂടാതെ ഗവേഷകരും പോലീസ് ഉദ്യോഗസ്ഥരുമായവർ ഇതെല്ലാം രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട് വന്നു. മൂന്നാമത്തെ രാത്രിയിൽ ഒരു സംഘം ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആ കാടിന് അകത്തേക്കു വീണ്ടും പോയി. അന്ന് അവരെ നയിച്ചത് കേണൽ ചാൾസ് ഹോൾട്ട് എന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഹാൾട്ടിന്റെ കയ്യിൽ അന്ന് ഒരു ഓഡിയോ റെക്കോർഡറും ഉണ്ടായിരുന്നു. അവർക്ക് ആ രാത്രിയിൽ അവരുടെ ഓഡിയോയിൽ ക്രാഫ്റ്റിന്റെ തിളങ്ങുന്ന വെളിച്ചങ്ങളും അതിന്റെ വേഗതയും ആകാശത്തിൽ അതിന്റെ മാറ്റങ്ങളും രേഖപ്പെടുത്താനായി. അവർ എല്ലാവരും കാടിന്റെ ഉള്ളിൽ മരങ്ങൾക്കിടയിൽ ഒരു തിളങ്ങുന്ന വസ്തു ചലിക്കുന്നതായും കണ്ടു. മരങ്ങൾക്കിടയിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിലെത്തുകയും പിന്നീട് അപ്രതീക്ഷിതമാകുകയും ചെയ്തു. എന്നാൽ ഇത് ഒരു കള്ളക്കഥയാണെന്ന് ബ്രിട്ടീഷ് സർക്കാർ പറഞ്ഞിട്ടും പ്രമുഖ സൈനിക ഉദ്യോഗസ്ഥരും വിദഗ്ധരുമായ നിരവധി പേർ ഇതൊരു യഥാർത്ഥ ആക്രമണമായിരുന്നുവെന്ന് പറയുന്നു. സൈനിക ഉദ്യോഗസ്ഥരുടെ സാക്ഷ്യം, ഓഡിയോ രേഖകൾ, റേഡിയേഷൻ തെളിവ്. തുടർച്ചയായ ദിവസങ്ങളിൽ ക്രാഫ്റ്റ് കണ്ടത്, ബൈനറി കോഡ് വിശകലനം പിന്നീട് അനാവരണം ചെയ്തത്. അധികാരികളും സൈനികരും ഒളിപ്പിക്കാൻ ശ്രമിച്ച ഈ വസ്തുതകൾ ഇന്നും നമുക്ക് ചോദ്യങ്ങൾ ഉയർത്തുന്നു. ആരായിരുന്നു ആ സന്ദർശകർ? നമ്മുടെ ഭൂമിയോട് അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഇന്നും ഈ സംഭവം ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി തുടരുന്നു. ഇനിയും ഇത്തരം ആകർഷകമായ കഥകൾക്കും സത്യാന്വേഷണ യാത്രകൾക്കും ഭൂമിയുടെ മറുഭാഗം എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയാനും മറക്കരുതേ. വീണ്ടും കാണാം ഒരു പുതിയ വീഡിയോയുമായി.